പുരുഷന്മാരുടെ ആരോഗ്യത്തിന് വെല്ലുവിളിയാകുന്ന പ്രോസ്റ്റേറ്റ് വീക്കം വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ പരിഹരിക്കാം? ഇത് അത്ര അപകടകാരിയാണോ? ഇത് പരിഹരിക്കാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഗൈഡൻസ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ആമിന, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. പ്രോസ്റ്റേറ്റിന് വീക്കമുള്ളവർക്ക് സാധാരണയായിട്ട് യൂറിനേറ്റ് ചെയ്യുമ്പോൾ, മൂത്രം ഒഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ടും ഒഴിച്ചു കഴിയാത്ത ഫീല്, മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ടും പിന്നും 1, 2, 3 തുള്ളി അവശേഷിക്കുക, അത് ഡ്രോപ്പ് ചെയ്യുക. അതുപോലെ മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിൽ, മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് മൂത്രത്തിൽ പഴുപ്പാണ് എന്ന് സംശയിക്കാറുമുണ്ട്. 40 വയസ്സൊക്കെ കഴിയുന്ന ഒരു സമയത്താണ് കൂടുതലായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. എന്നാൽ നിങ്ങൾ 40 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്തരം പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മൂത്രത്തിൽ പഴുപ്പാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു കൊടുക്കേണ്ടതുണ്ട്. ഇത് ജനറ്റിക്കായിട്ടോ അല്ലെങ്കിൽ പ്രായം കൂടി വരുമ്പോഴോ, ഡയബറ്റീസ് ഉള്ളവർക്കോ, ഒബേസിറ്റി ഉള്ളവർക്കോ, ഉദാഹരണത്തിന് പ്രശ്നങ്ങൾ കണ്ടുവരുന്നവർക്കോ ഒക്കെ ഇത് കണ്ടുവരുന്നുണ്ട്. ഇതുമായിട്ടൊക്കെ അനുബന്ധിച്ചിട്ട് പ്രോസ്റ്റേറ്റിന് വീക്കം വരാറുണ്ട്. പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് പേശികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ പൗച്ചാണ്. അത് മൂത്രനാളത്തിൻ്റെ അപ്പുറമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടും ലൈംഗികതയുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇത് സെമന് വേണ്ടിയുള്ള ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് ഇതിന് വളർച്ചയുണ്ടാവുന്നതാണ് പ്രോസ്റ്റേറ്റോമെഗാലി അഥവാ പ്രോസ്റ്റേറ്റിന് വീക്കം വരുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ക്രമാതീതമായി കൂടുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു ഏരിയയൊക്കെ വളരെ ചെറിയ ഏരിയയാണ്. അവിടെ കൂടുതൽ വളർച്ച ഉണ്ടാകുമ്പോൾ അവിടെ ഞെരുക്കം സംഭവിക്കുകയും മൂത്രനാളിക്കൊക്കെ ഞെരുക്കം സംഭവിക്കുകയും അതോടുകൂടി മൂത്രം പോകുന്ന പ്രശ്നങ്ങൾ, റിട്ടൻഷൻ ഉണ്ടാവുക, മൂത്രം തടഞ്ഞിരിക്കുക, അത് കാലക്രമേണ സ്റ്റോൺ ആവുക, ഇൻഫെക്ഷൻ ആവുക, അതിന് കോംപ്ലിക്കേഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇത്തരം കണ്ടീഷൻസിൽ നമുക്ക് ബ്ലഡ് ചെക്കപ്പ് ചെയ്ത് നോക്കാം. ആ സമയത്ത് എപ്പോഴും WBCs കൂടുതലായിരിക്കും പ്രോസ്റ്റേറ്റോമെഗാലി ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ യൂറിൻ കൾച്ചർ ചെയ്യാവുന്നതാണ്, റെക്ടൽ എക്സാമിനേഷനും ചെയ്യാവുന്നതാണ്. ഡോക്ടേഴ്സ് ഇതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റോമെഗാലി ആണോ, പ്രോസ്റ്റേറ്റിന് വീക്കമുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നത്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിന് വീക്കം ഉണ്ടാകുമ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ ഹെൽത്ത് നിർണ്ണയിക്കാനായിട്ടുള്ള ടെസ്റ്റുകൾ വേറെയും ഉണ്ട്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലാണ് പ്രോസ്റ്റേറ്റിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽ നിങ്ങൾക്ക് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ബയോപ്സിയിലേക്ക് പോവുകയും നിങ്ങൾക്ക് ക്യാൻസർ ആണോ എന്ന് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം, സെല്ലുകളുടെ എണ്ണം കൂടുന്നതാണ് വീക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ എപ്പോഴും ക്യാൻസറിൻ്റെ ഒരു റിസ്ക് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മെയിൽസിന് കൂടുതലായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുവരുന്നത്. തുടക്കത്തിൽ തന്നെ അവഗണിക്കാതെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമുള്ളവരെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടറിനെ കണ്ട് അതിനെന്തൊക്കെയാണ് പരിഹാരം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിനു വേണ്ടിയുള്ള എക്സസൈസുകളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം. പ്രധാനമായിട്ടും എക്സസൈസുകളും വിവിധങ്ങളായിട്ടുള്ള വ്യായാമങ്ങളുമാണ് വരുന്നത്. റണ്ണിങ്, വാക്കിങ്, സ്വിമ്മിങ് ഒക്കെ ഇത്തരം ആളുകൾക്ക് വളരെ ഉപയോഗപ്പെടുന്നുണ്ട്. ആസനാസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിൽ തന്നെ സ്പെസിഫിക് ആസനാസ് ഉണ്ട്. ധനുരാസന, ബോ പോസ് വളരെ നല്ലതാണ്. ജാനുശീർസാസന വളരെ നല്ലതാണ്. വജ്രാസനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബദ്ധകോണാസന ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്തരം ആസനകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റിലേക്കുള്ള രക്തയോട്ടം കൂടുകയും അവിടെയുള്ള പേശികൾക്ക് കൂടുതൽ ബലം കിട്ടുകയും ഇതിൻ്റെ ഒരു പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരം ആളുകൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എപ്പോഴും കൂടുതൽ എടുക്കണം. അതിലുള്ള ഫൈറ്റോ കെമിക്കൽസും ആൻറ്റി ഓക്സിഡൻസും ക്യാൻസർ ഗ്രോത്ത് വരാതെ തടയും. അതുപോലെ തന്നെ ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുള്ള ടൊമാറ്റോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ ഇതുപോലെ തന്നെ ആൻറ്റി ക്യാൻസറസ് ആണ്. ഹോൾ ഗ്രെയിൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഹോൾ ഗ്രെയിൻസ് കൊണ്ടുണ്ടാക്കിയ പാസ്ത, നൂഡിൽസ് അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ വെച്ചിട്ടുണ്ടാക്കിയ ബ്രെഡ് ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ
തന്നെ ബാർലി, ഓട്സ്, ക്വിനോവ ഒക്കെ നല്ലതാണ് ഇത്തരം ആളുകൾക്ക്. പ്രോട്ടീൻ കൂടുതലും ഫാറ്റ് കുറവുമായിട്ടുള്ള പയറ് വർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും ഒക്കെ എടുക്കുന്നത് ഇതുപോലെ കൂടുതൽ നല്ല മസിലിന് കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോയാബീനും കപ്പലണ്ടി, കടലപ്പരിപ്പ് ഇതൊക്കെ പ്രോട്ടീൻ കൂടുതൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽത്തി ഫാറ്റായിട്ട് ഒലിവ് ഓയിൽസ്, അവക്കാഡോസ്, കോക്കനട്ട് ഓയിൽ ഒക്കെ ഉപയോഗിക്കാം. ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയതുകൊണ്ട് തന്നെ ആൻറ്റി ക്യാൻസറസ് കൂടിയാണ്. ഗ്രീൻ ടീ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഷുഗർ ഇത്തരം ആളുകൾ ലിമിറ്റ് ചെയ്യണം. കാര്യം അതിനകത്ത് ഫൈബർ കുറവാണ്, എന്നാൽ ഹൈലി പ്രോസസ്ഡ് ആണ്. അപ്പോൾ ഇത്തരം ആളുകളിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സിമ്പിൾ ഷുഗർ എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള മൂത്രത്തിൻ്റെ അളവ് കൂട്ടുന്ന ഡ്രിങ്ക്സ് ഇവർ ഒഴിവാക്കണം. അതായത് കോഫി, പിന്നെ എയറേറ്റഡ് ഡ്രിങ്ക്സ്, ബാർലി വാട്ടർ, ലെമൺ ഹണി വാട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് എടുക്കാതിരിക്കുക. കാര്യം ഓൾറെഡി അവർക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള, ഫൈബർ റിച്ച് ആയിട്ടുള്ള ബ്രോക്കലി, ക്യാബേജ്, കോളിഫ്ലവർ ഇതൊക്കെ എടുക്കുന്നത് നല്ലതാണ്. ടൊമാറ്റോ ജ്യൂസ് നേരത്തെ പറഞ്ഞു, ടൊമാറ്റോ ലൈക്കോപ്പീൻ ഉള്ളതുകൊണ്ട് അത് ആൻറ്റി ക്യാൻസറസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ലെമൺ ജ്യൂസ് ഒക്കെ ഡെയിലി എടുക്കുന്നത് ആൻറ്റി ക്യാൻസറസ് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഗ്രീൻ ടീ എടുക്കുന്നത് കൊണ്ട് യൂറോളജിക്കൽ ഹെൽത്ത് കൂടുന്നുണ്ടെന്നുള്ള സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് ദൈനംദിന ജീവിതത്തിലെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീൻ ടീയും അഡ്വൈസ്ഡ് ആണ് ഇത്തരം ആളുകളിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിച്ച് കഴിക്കേണ്ടത്. ലിമിറ്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ടതും കഫീനിൻ്റെ ഉപയോഗം, സോൾട്ടും, ടേബിൾ സോൾട്ടും, ഷുഗറും, വൈറ്റ് ഷുഗറും, ഇത്രയും കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാര്യം ഇതൊക്കെ ക്യാൻസറസ് ആവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട്. അതുപോലെ ഇത് മാനേജ് ചെയ്യാനായിട്ട് മെയിനായിട്ടും നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് മാനേജ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ ഹെൽത്തി വെയിറ്റ് അത് മാനേജ് ചെയ്യുക. സ്ട്രെസ്സ് കൂടുതൽ എടുക്കുന്നവരാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. സ്ട്രെസ്സിൻ്റെ മാനേജ്മെൻറ്റ്, ആൽക്കഹോളിസവും സ്മോക്കിങ്ങും ഒക്കെ ഉള്ളവർ അത് ഉപേക്ഷിക്കുക. അതുപോലെ രാത്രിയിൽ കൂടുതൽ വെള്ളം കുടിക്കാതിരിക്കുക. ടോയ്ലറ്റിൽ പോവേണ്ടി വരും. എപ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സസൈസിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്യുക. ബ്ലാഡർ സ്ട്രെങ്തനിങ് എക്സസൈസ്, കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സസൈസുകളുണ്ട്, അത് ചെയ്തു കൊടുക്കുക. ഡയൂററ്റിക്സ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് വരുന്നുണ്ട്, നമ്മുടെ ആൻറ്റിഹിസ്റ്റമിന് ഒക്കെ അത്തരം ടാബ്ലറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ടാബ്ലറ്റ്സ് അവോയ്ഡ് ചെയ്യുക. പ്രോസ്റ്റേറ്റ് വീക്കം ഉള്ളവർ എടുക്കേണ്ട കുറച്ച് വൈറ്റമിൻസും മിനറൽസുമാണ്. വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഇയും എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കാൽഷ്യവും സിങ്കും എടുക്കുന്നത് നല്ലതാണ്. ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അതുപോലെ ടൊമാറ്റോസ്, ലൈക്കോപ്പീൻ അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ക്യാൻസറസ് ആണ്. നൈട്രിക് ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള പോമഗ്രാനറ്റും സലീനിയം റിച്ച് ആയിട്ടുള്ള ബ്രേസിൽ നട്ടും എടുക്കുന്നത് ഇത്തരം ആളുകൾക്ക് വളരെ ഉപകാരം ചെയ്യുന്നുണ്ട്. കുറച്ച് സ്റ്റഡീസിൽ പറഞ്ഞിട്ടുള്ള ഒറ്റമൂലികളും കാര്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നെരിഞ്ഞിൽ എന്ന് പറയും, ഗോകുരക്ഷ എന്ന് പറയുന്ന നെരിഞ്ഞിൽ മുള്ളുള്ള അത് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രോസ്റ്റേറ്റിന് പ്രശ്നമുള്ളവർക്ക് നല്ലതാണ്. അശ്വഗന്ധയുടെ പൗഡർ നല്ലതാണ്, എന്നാൽ ഇത് എപ്പോഴും ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം എടുക്കുക. അത് കഴിക്കേണ്ട പ്രത്യേക രീതിയുണ്ട്, പാലിലൊക്കെയാണ് കഴിക്കേണ്ടത്. എന്നാൽ അത് കഴിക്കേണ്ടത് ഹോർമോൺ നിങ്ങൾ എത്രത്തോളം സെൻസിറ്റീവ് ആണ് എന്നൊക്കെ നോക്കിയിട്ട് മാത്രമായിരിക്കണം അശ്വഗന്ധ എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രമായിരിക്കണം എടുക്കേണ്ടത്. തുളസി ലീവ്സ് ഇങ്ങനെ പ്രശ്നമുള്ളവർ എടുക്കുന്നത്, അത് ബോൾ ആക്കി എടുക്കുന്നതായാലും തേനിൽ ചാലിച്ചെടുത്താലും നല്ലതാണ്. അത് യൂറിനറി ട്രാക്റ്റിൻ്റെ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹിബാത്ത് എടുക്കുന്നത് നല്ലതാണ്. ഹിബാത്ത് എടുക്കുമ്പോൾ ഹിങ്കോജാതി ചൂർണം ആഡ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഡയറ്റിൻ്റെ കാര്യമായാലും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമായാലും എക്സസൈസുകളായാലും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നത്തിന് നിങ്ങൾക്ക് നല്ലൊരു പരിഹാരം തന്നെയായിരിക്കും കിട്ടുന്നത്. നമ്മുടെ ക്ലിനിക്കിൽ വരുന്നവർക്ക് ഇത്തരം കാര്യങ്ങളാണ് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. എക്സസൈസും അതുപോലെ ഡയറ്റും അതിൽ കൂടെ അവർക്ക് വേണ്ട മിനറൽസും വൈറ്റമിൻസും കൂടി സപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ മിക്കുള്ളവർക്കും അവരുടെ പ്രശ്നം, പ്രോസ്റ്റേറ്റിനുണ്ടായ വീക്കം, അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കുറഞ്ഞതായിട്ട് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ടും റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.